Okay. Spillage last ഭാഗം നോക്കാം കേട്ടോ. റെഗുലേറ്ററി ഫ്രെയിംവർക്സ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത്. നെക്സ്റ്റ് വരുന്നത് എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ് ഇൻ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. Emerging trends and technologies in spillage waste management. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാലോ? ഓക്കെ, നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കുറച്ചുകൂടി പ്രോപ്പർ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ രീതിയിലുള്ള ടെക്നോളജീസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് 4 രീതിയിലുള്ള ടെക്നിക്സ് ആണ്, 4 അല്ല 5 രീതിയിലുള്ള ടെക്നിക്സ് ആണ്. അതായത് പുത്തൻ പ്രവണതകളാണ് ഈ വേസ്റ്റസുകൾ നമ്മൾ നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു എമർജിംഗ് ട്രെൻഡ്സുകൾ അല്ലെങ്കിൽ പുതിയ ടെക്നോളജീസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അതിൽ നമ്മൾ പഠിക്കുന്ന ഏതൊക്കെയാണ്? ഒന്ന് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, ബയോ റിമഡിയേഷൻ, പ്ലാസ്മ ആർക്ക് ഗ്യാസിഫിക്കേഷൻ, ഗ്രീൻ കെമിസ്ട്രി ആൻഡ് നാനോ ടെക്നോളജി. ഓക്കെ, ഇതെല്ലാം തന്നെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സ്പില്ലേജ് വേസ്റ്റസുകൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ന്യൂ ടെക്നോളജീസ് ആണ് കേട്ടോ. ഫസ്റ്റ് അതിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ. എന്താണ്, എന്ത് തരം സ്പില്ലേജ് മാനേജ്മെന്റ് ആണ് നമുക്ക് നോക്കാം. Robotics and automation technologies are being developed to handle dangerous waste safely and skillfully. This can help lessen the risk of exposure for healthcare workers and make better the accuracy and speed of waste handling and disposal. Okay, എന്തായിരിക്കും ഈ ഒരു സാങ്കേതിക വിദ്യ? എങ്ങനെയായിരിക്കും ഇത് റോബോട്ടിക് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്? അതായത് അപകടകരമായിട്ടുള്ള എല്ലാത്തരം മാലിന്യങ്ങൾ അല്ലെ, ഏറ്റവും എന്താ പറയാ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകൾ നമ്മൾ വളരെ സ്കിൽഫുൾ ആയിട്ട് നമുക്ക് അതിനെ മാനേജ് ചെയ്യണമെങ്കിൽ എന്താണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ വികസിപ്പിച്ചിട്ടുള്ള പ്രത്യേകിച്ച് അതായത് ഹെൽത്ത് വർക്കേഴ്സിന്റെ എക്സ്പോഷർ അല്ലെങ്കിൽ അവരുടെ അപകട സാധ്യത കുറയ്ക്കാനും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വേസ്റ്റസുകൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിനും ഡിസ്പോസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ റോബോട്ടിക് ഓട്ടോമേഷൻ എന്ന ഒരു സ്പില്ലേജ് വേസ്റ്റ് ട്രെൻഡ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ ഉപയോഗിക്കുന്ന റോബോട്ടിക് ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ വേസ്റ്റസുകൾ സ്കിൽഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റസുകൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? നീക്കം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മാലിന്യ സംസ്കരണത്തിൽ ഏറ്റവും കൃത്യതയും വേഗതയും ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് സ്പില്ലേജ് വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് പ്രത്യേകിച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റസ് നമുക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അതിനെ ഡിസ്പോസ് ചെയ്യാനായിട്ട് ഈ ഒരു ട്രെൻഡ് സഹായിക്കുന്നതാണ്. ഓക്കെ, മനസ്സിലായോ റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ എന്താണ്? ഇതിന് മുൻപുള്ള പാർട്ട് പറഞ്ഞല്ലേ? റെക്കോർഡ് കീപ്പിംഗ്, ഇൻസ്പെക്ഷൻ, പെനാൽറ്റീസ് ഒക്കെ നമ്മൾ പറഞ്ഞല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. എന്താ പറയാത്തെ? ഇതെല്ലാം പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സില്. പറഞ്ഞോയോ? അല്ല, ഇവിടെ എല്ലാം പറഞ്ഞാണല്ലോ. റെഗുലേറ്ററി ഫ്രെയിംവർക്സ് എല്ലാം പറഞ്ഞു. പിന്നെ നമ്മൾ ലാസ്റ്റ് ഈ ഭാഗം കൂടി കംപ്ലീറ്റ് ചെയ്തായിരുന്നു. പറഞ്ഞില്ല എന്നാണോ നജുവ പറയുന്നത്? ബാക്കി ക്ലാസ്സിൽ കയറിയ കുട്ടികൾക്ക് അറിയില്ലേ? നമ്മൾ മുഴുവൻ പറഞ്ഞു. പെനാലിറ്റീസ് പറഞ്ഞു, പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞു. ഇതെല്ലാം പാലിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ നമ്മള് പ്രോപ്പർ ആയിട്ട് സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണമെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ? പറഞ്ഞതാ.
ഈ ഭാഗം കൂടി ഉള്ളൂ. ഓക്കെ യെസ് യെസ്. അപ്പൊ ഇതെന്താണ്? ഓക്കെ ഇറ്റ്സ് ഓക്കെ. റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അപകടമായിട്ടുള്ള മാലിന്യങ്ങൾ നമുക്ക് സ്കിൽഫുൾ ആയിട്ട് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ന്യൂ ട്രെൻഡ് ആണ്. ഓക്കെ, ഇത് ഉപയോഗിക്കുന്നത് മൂലം എന്താണ്? ഹെൽത്ത് വർക്കേഴ്സിന്റെ എക്സ്പോഷർ അല്ലെങ്കിൽ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്തുള്ള എക്സ്പോഷർ കുറയ്ക്കാനും അല്ലെങ്കിൽ അപകട സാധ്യത കുറയ്ക്കാനായിട്ട് എന്താണ് ഇത് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഈ മാലിന്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യതയോടുകൂടി നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട്, വളരെ സ്പീഡോടുകൂടി കൃത്യതയോടും വേഗതയോടും കൈകാര്യം ചെയ്യാനായിട്ട് ഈ റോബോട്ടിക് ഓട്ടോമേഷൻ എന്ന സാങ്കേതിക വിദ്യ ഏറ്റവും ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് എന്താണ്? ബയോറിമെഡിയേഷൻ. This technology uses natural biological process to break down dangerous waste. This can be an effective and environmental friendly approach to sewage waste management. The next emerging technology ഏതാണ്? ബയോറിമെഡിയേഷൻ അല്ലെ? ബയോറിമെഡിയേഷൻ എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇവിടെ നമ്മൾ ഏത് തരം പ്രോസസ് ആണ് ഉപയോഗിക്കുന്നത്? യൂസ് നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് അല്ലെ? ഇവിടെ നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ഓക്കെ, ഏറ്റവും എൻവയോൺമെന്റലി എന്താ ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ചസ് ആണ്. അതായത് പരിസ്ഥിതിക്ക് ഏറ്റവും സൗഹാർദ്ദപരമായിട്ടുള്ള അപ്രോച്ച് ആണ് എന്താ? ബയോ റീമെഡിയേഷൻ എന്ന് പറയുന്നത്. അതായത് ബയോളജിക്കൽ പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകൾ, സ്പില്ലേജ് വേസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്രേക്ക് ഡൗൺ ചെയ്തു. ഓക്കെ, ബ്രേക്ക് ഡൗൺ ചെയ്തതിനു ശേഷമാണ് അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ അതിനെ ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ബയോറിമെഡിയേഷൻ. മനസ്സിലായോ? Okay, next one, plasma arc gasification. Plasma arc gasification is a process that uses high temperature to break down unsafe waste, including spillage waste, in its constant components. This technology can minimize the volume of waste, lessen the risk of exposure to dangerous substances, and regain valuable materials for reuse. Okay. എന്താണ് പ്ലാസ്മ ആർക്ക് ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്നത്? ആർക്ക് തന്നെയാണ് കേട്ടോ, പ്ലാസ്മ ആർക്ക് ഗ്യാസിഫിക്കേഷൻ. ഇതും ഒരു ന്യൂ ട്രെൻഡ് ടെക്നോളജിയാണ്. ഇതെന്താണ്? എങ്ങനെയാണ് ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത്? സുരക്ഷിതമല്ലാത്ത എല്ലാത്തരം ഡേഞ്ചറസ് മാലിന്യങ്ങളെ അല്ലെങ്കിൽ സ്പില്ലേജ് വേസ്റ്റ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെ, കൂടിയ താപനിലയിൽ ഉപയോഗിച്ചുകൊണ്ട് ഓരോ വേസ്റ്റസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ഓക്കെ, ബ്രേക്ക് ഡൗൺ ചെയ്തതിനു ശേഷം ഇതിനെ പല പല കമ്പോണൻസുകളായിട്ട് നമ്മൾ മാറ്റുന്നത്. അതായത് ചെറിയ ചെറിയ കോൺസ്റ്റന്റ് കമ്പോണന്റ്, ചെറിയ ചെറിയ ഘടകങ്ങളാക്കി മാറ്റിയെടുക്കുന്നു. അതായത് കൂടിയ താപനില ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ഡൗൺ ചെയ്തതിനു ശേഷം ചെറിയ ചെറിയ കോൺസ്റ്റന്റ് കമ്പോണൻസുകളാക്കി വേസ്റ്റുകൾ നമ്മൾ മാറ്റും. അങ്ങനെ മാറ്റുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? This technology can minimize the volume of waste. Constant components ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ വലിയൊരു വേസ്റ്റസിന്റെ വോളിയം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട് ആ വലിയ വേസ്റ്റസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ വോളിയം, അതിന്റെ അളവ് കുറച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിസ്പോസ് ചെയ്തത്. മാത്രമല്ല ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് പല രീതിയിൽ റിസ്കുകൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും വാല്യുബിൾ ആയിട്ട് ഇത് കമ്പോണന്റുകളായിട്ട് മാറ്റുന്ന സമയത്ത് എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ റീയൂസ് ചെയ്യാനായിട്ടും ഈ ഒരു ടെക്നോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഇവിടെ നമ്മൾ ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ഈ ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട് ഈ വേസ്റ്റസുകൾ നമ്മൾ പല പല ഘടകങ്ങളായിട്ട് മാറ്റുന്നു. ഓക്കെ, മാറ്റിയതിനു ശേഷമാണ് നമ്മൾ, അതായത് ആ സ്പില്ലിന്റെ വെയിറ്റ് അല്ലെങ്കിൽ അതിന്റെ വോളിയം മിനിമൈസ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ അതിനെ എന്താണ് ഡിസ്പോസ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പല പല കമ്പോണൻസുകളാക്കി മാറ്റുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ റീയൂസ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ഈ ഒരു ടെക്നോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ. റീയൂസ് ചെയ്യാന്ന് അറിയാലോ, പുനരുപയോഗിക്കുക എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ? നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് ട്രെൻഡ് ആണ് ഗ്രീൻ കെമിസ്ട്രി. ഗ്രീൻ കെമിസ്ട്രി എന്ത് അപ്രോച്ച് ആയിരിക്കും ഇതപ്പോ? എന്ത് തരം അപ്രോച്ച് ആയിരിക്കും ഇത്? എന്ത് തരം ടെക്നിക്ക് ആയിരിക്കും?
കെമിക്കൽ അപ്രോച്ച് ആയിരിക്കും അല്ലെ. യെസ്, കെമിക്കൽ ഡിസൈൻ ആണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. Green chemistry is an approach to chemical design and production that aims to at reducing the use and generation of dangerous substances. This can help bring down the amount of dangerous waste produced, including leakage wastes. So, ഇത് എന്ത് തരം അപ്രോച്ച് ആണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്? അപകടകരമായിട്ടുള്ള മാലിന്യങ്ങളുടെ ഉത്പാദനവും അല്ലെങ്കിൽ അതിന്റെ ഉപയോഗവും റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം മാലിന്യങ്ങൾ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കെമിക്കൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ടെന്നാണ് നമ്മൾ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റസിന്റെ എമൗണ്ട് കുറയ്ക്കുകയാണ്, കുറച്ച് അല്ലെങ്കിൽ ഇത് ഉത്പാദിപ്പിക്കുന്ന എന്താ പറയാ ഇത്തരം ഡേഞ്ചറസ് സബ്സ്റ്റാൻസുകളുടെ ഉപയോഗവും അതിന്റെ പ്രൊഡക്ഷനും നമ്മൾ കുറക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ് അതിൽ നിന്നുണ്ടാവുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റസിന്റെ എമൗണ്ട് നമ്മൾ പ്രത്യേകിച്ച് ലീക്കേജ് വേസ്റ്റസ് ഉൾപ്പെടെ എന്താണ് അത് ഡിസ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഡിസ്കാർഡ് ചെയ്യുന്ന പ്രക്രിയയാണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അപകടകരമായിട്ടുള്ള മാലിന്യങ്ങളുടെ അളവ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ന്യൂ ടെക്നോളജിയാണ് ഇത് ഗ്രീൻ കെമിസ്ട്രി. ഗ്രീൻ കെമിസ്ട്രി ഇസ് ആൻ അപ്രോച്ച് ഓഫ് ഏത് തരം അപ്രോച്ച് ആണ്? ടു കെമിക്കൽ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ദാറ്റ് എയിംസ് അറ്റ് റിഡ്യൂസിംഗ് ദ യൂസ് ആൻഡ് ജനറേഷൻ ഓഫ് ഡേഞ്ചറസ് സബ്സ്റ്റാൻസസ്. ഓക്കെ, ക്ലിയർ ആണോ? Yes, next one, nanotechnology. Nanotechnology. Nanotechnology is being developed to give more effective and environment-friendly solutions for dangerous waste management, which includes spillage waste. For example, nanoparticles can be used selectively to bind hazard substance, making them easier to eliminate and dispose. Okay, dispose of അതിന്റെ നിങ്ങളുടെ ടെക്സ്റ്റിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഡിസ്പോസ് മാത്രമേ കേട്ടോ, എലിമിനേറ്റ് ആൻഡ് ഡിസ്പോസ് മാത്രമല്ലേ. ഓക്കെ, ഡിസ്പോസ് മാത്രമേ ഉള്ളൂ, എലിമിനേറ്റ് ആൻഡ് ഡിസ്പോസ്. അപ്പൊ എന്താണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്? നാനോ പാർട്ടിക്കിൾസിനെ കുറിച്ച് അറിയാൻ പറ്റല്ലേ നിങ്ങൾക്ക്? നമ്മുടെ നക്ഷത്രങ്ങൾ കൊണ്ട് നാനോ പാർട്ടിക്കിൾസ് എങ്ങനെയാണ്? നിങ്ങളുടെ മെറ്റീരിയൽസ് ആണ്, കേട്ടിട്ടുണ്ടോ? യെസ്, എന്ത് തരം ടെക്നോളജി ആയിരിക്കും ഇത് നാനോ ടെക്നോളജി എന്ന് പറയുമ്പോ? നമ്മൾ ഏറ്റവും എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു അപ്രോച്ച് ആണെന്ത് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റസുകളെയും സ്പില്ലേജ് വേസ്റ്റസുകളെയും നമുക്ക് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാനോ പാർട്ടിക്കിൾസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏറ്റവും സ്മോൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. അതായത് നാനോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റസിലെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനറിൽ എലിമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുന്ന പ്രോസസ് ആണ് എന്താ നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റസുകൾ സ്പില്ലേജ് വേസ്റ്റസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നാനോ കിരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ട് ഡിസ്പോസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ്. കുറച്ചുകൂടി എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി സൊല്യൂഷൻ ആണ് എന്ത് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 5 ട്രെൻഡ്സുകളാണ് നമ്മൾ എന്തിൽ ഉപയോഗിക്കുന്നത്? സ്പില്ലേജ് വേസ്റ്റ്, പ്രത്യേകിച്ച് ഡേഞ്ചറസ് വേസ്റ്റസുകൾ ഹോസ്പിറ്റലിൽ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ന്യൂ എമർജിംഗ് ട്രെൻഡ്സുകളാണ് ഇപ്പൊ ഈ 5 പഠിച്ചത് കേട്ടോ. ഏതൊക്കെയാണ്? റോബോട്ടിക് ഓട്ടോമേഷൻ, bioremediation, plasma classification, green chemistry and nanotechnology. Okay, ഒന്ന് വായിച്ചു നോക്കാമോ? ഓക്കെ ആണോ? ഇവിടെ ചാപ്റ്റർ കംപ്ലീറ്റഡ് ആണ് കേട്ടോ. അപ്പൊ ഈ 4 ടെക്നോളജീസ് പഠിക്കണം. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ.
പിന്നെ ചോദിക്കാറുള്ളത് ഇങ്ങനെ നമ്മൾ ചോദിക്കാൻ, അതായത് ഇപ്പൊ നമ്മുടെ വേസ്റ്റസുകളെ കോൺസ്റ്റന്റ് കമ്പോണൻസുകളായിട്ടൊക്കെ നീക്കം ചെയ്യുന്ന ട്രെൻഡ് അല്ലെങ്കിൽ ടെക്നോളജി ഏതാണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കെമിക്കൽ അപ്രോച്ച് ഏതാണ്, കെമിക്കൽ ഡിസൈൻ ഏതാണ്, അപ്പൊ ഏതാണ് ആൻസർ? ഗ്രീൻ കെമിസ്ട്രി ആണ് അല്ലെ. അതുപോലെ നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് ഉപയോഗിക്കുന്ന ടെക്നോളജീസ് ഏതൊക്കെയാണ്? ബയോ റീമഡിയേഷൻ, അങ്ങനെ ഇതിന്റെ ഉള്ളിൽ നിന്നായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ഏത് തരം ടെക്നിക്സ് ആണ്, ഏത് ടെക്നോളജിയാണ് ഹൈ ടെമ്പറേച്ചറിൽ വേസ്റ്റസ് ഹാൻഡിൽ ചെയ്യുന്നത്, കോൺസ്റ്റന്റ് കമ്പോണൻസുകളായിട്ട് മാറ്റുന്നത്? പ്ലാസ്മ ആർക്ക് ഗ്യാസിഫിക്കേഷൻ ടെക്നോളജി ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചേക്കണേ. ഓക്കെ, യെസ്. നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത് യൂണിറ്റ് 6 ആണ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. റേഡിയോളജി ആൻഡ് ഇമാജിനറി സർവീസ്. പേജ് നമ്പർ നിങ്ങൾ നോക്കിക്കോളൂ. യൂണിറ്റ് 6 പേജ് നമ്പർ എനിക്ക് അറിയില്ല കേട്ടോ, നോക്കട്ടെ. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടീച്ചർ എന്ന് പറഞ്ഞാൽ തരുന്നില്ല ഏതൊക്കെ ഭാഗങ്ങൾ നോക്കണോ? മാനേജിംഗ് ദിസ് വില്ലേജ് വേസ്റ്റില് ഇത് നോക്കാം. മോക്ക് ടെസ്റ്റ് നന്നായിട്ട് വായിക്കാം കേട്ടോ. പേജ് നമ്പർ 36. നിങ്ങളുടെ ആരെങ്കിലും എബ്രോഡ് ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? പുറത്ത് ആരെങ്കിലും ഉണ്ടോന്ന്? സീജ എവിടെയാ? സീജ ഇവിടെ അല്ലേ? സീജ നാട്ടിലുള്ള ആളല്ലേ? എവിടെയാണ്? സീജ എവിടെയാണ്? പ്ലേസ് എവിടെയാ? എബ്രോഡ് എവിടെയാന്നാ ചോദിച്ചത്. ഇപ്പൊ ക്ലാസ്സിൽ ചെയ്യാനുണ്ടല്ലോ. സീജ ബോസ്കോനെ തന്നെയല്ലേ നജുവ പറയുന്നത്? പ്രസിഡന്റ് ആണോ? ഓക്കെ, എങ്ങനെയുണ്ടോ അവിടെ? സേഫ് ആണോ? നമുക്ക് ആ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ അല്ലെ, സേഫ് ആണോന്ന് മാത്രം. ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല അടിയാണ് അല്ലെ. സേഫ് ആയിട്ട് ഇരിക്കുക, പുറത്തേക്കൊന്നും ഇറങ്ങുക. സീജ മാരീഡ് ആണോ? ഫാമിലി ആയിട്ടാണോ? ഫാമിലി കൂടിയുണ്ടോ? അച്ഛനമ്മ ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടോ? ഒറ്റയ്ക്കാണോ? ഇതുണ്ടാവില്ല, നമ്മൾ ധൈര്യമായിട്ട് നിൽക്കുക. തീർച്ചയായും ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും. ധൈര്യമായിട്ട് നിൽക്കുക. ഫാമിലിക്ക് വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും കേട്ടോ. നമ്മളെന്ത് ഇപ്പൊ പ്രാർത്ഥിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും ഉണ്ടാവില്ല, നമ്മൾ ധൈര്യമായിട്ട് നിൽക്കുക കേട്ടോ. എന്തായാലും ഇത് കുറച്ച് സമയത്തേക്ക് ഉണ്ടാവുള്ളൂ. ആണല്ലേ? ഓക്കെ, ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യും. ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? എന്ത് കഷ്ടമാണല്ലോ ഇപ്പൊ നമുക്ക് ഈ ഒരു നോമ്പുകാലായ സമയത്ത്. എന്തൊരു കഷ്ടം അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങള്. നമ്മൾക്ക് ഇവിടെ വീഡിയോസ് കാണുന്നുണ്ട്, അല്ലാതെ കുറെ അല്ലാത്ത വീഡിയോസും വരുന്നുണ്ട്. റോങ് ആയിട്ട് ഇൻഫർമേഷൻസ് ആൾക്കാർ അയക്കുന്നുണ്ട്. എന്തായാലും സേഫ് ആയിട്ട് ഇരിക്കട്ടോ, ഉടനെ എനിക്ക് മാറട്ടെ. ആണോ? നിങ്ങൾക്കൊക്കെ ഇപ്പൊ എങ്ങനെയാണോ ഇൻഫർമേഷൻ അറിയാൻ പറ്റുന്നത്? അറിയാൻ പറ്റും. സീജ പറഞ്ഞോ, ടൈപ്പ് ചെയ്യില്ല. ടീച്ചർ ചോദിക്കണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ട് എന്താണെന്നൊന്നും അറിയാം, അതുകൊണ്ട് ചോദിക്കുന്നതാണ്.
സീജ പറഞ്ഞോളൂ, മൈക്കോണാണോ? സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കണ്ടോ, കുഴപ്പമില്ല. ഓക്കെ. US embassies and company security officials. So നമുക്ക് ഓക്കെ, ചോദിക്കാന്നുള്ളൂ. ഓക്കെ. യെസ്, എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചാലോ? എങ്ങനെയാണ്? ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ടോ? ഭക്ഷണമൊക്കെ സേവ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ്? നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണ് കേട്ടോ ഇപ്പൊ പുറത്തുള്ളത്. പിന്നെ ആരാണ്? പ്രിൻസ്. പ്രിൻസിനെ ഞാൻ ഇതുവരെ ക്ലാസ്സിൽ കണ്ടിട്ടില്ല. അശ്വതി മാത്രമേ പറഞ്ഞു കേട്ടിട്ടുള്ളൂ പ്രിൻസ് എന്ന് പറഞ്ഞ ഒരാള് ക്ലാസ്സിലുണ്ടെന്ന്. ആൺകുട്ടിയാണല്ലേ? പ്രിൻസ് എവിടെയാണ്? ബഹ്റിൻ തന്നെയാണോ പ്രിൻസ്? പ്രിൻസ് സൗദിയിലാണ്. സൗദി. ഓക്കെ. നാട്ടില് എന്നാഴ്ചയിൽ എത്തിയത് ഭാഗ്യം അല്ലേ? അതെ, ഉണ്ടോ? ഓക്കെ. എന്നാലും പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ സീജ, സൂക്ഷിക്കണം കേട്ടോ. ഞങ്ങളൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും ഒന്നും ഇല്ലാതിരിക്കാൻ. ഒന്നും ഉണ്ടാവില്ല, നിങ്ങള് ധൈര്യമായിട്ട് ഇരിക്കുക കേട്ടോ. നാട്ടിൽ ഏർപ്പെടിയാകുമ്പോ സീജ? തൃശ്ശൂരാണോ? ഓക്കെ. യെസ്. എന്നാലും താൻ ക്ലാസ്സിൽ കയറിയല്ലോ. ഇവിടെ ഇപ്പൊ ന്യൂസിലൊക്കെ പറയുന്നത് അത്യാവശ്യം ഇതിപ്പോ എന്താ ഇതില് തീരുമാനങ്ങളാക്കാം അല്ലെങ്കിൽ അത് പിൻവാങ്ങാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് കറക്റ്റ് ഇൻഫർമേഷൻ ആണോ നമുക്ക് അറിയില്ല. പക്ഷെ ഇപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്തൊരു കഷ്ടമാണല്ലേ? യെസ്. ലോക്കൽസ് പെട്രോൾസ് ആയിട്ട് പുറത്തിറങ്ങുന്നു. അപ്പൊ അതെന്തിനാ? അതും ഡേഞ്ചർ ആണല്ലേ? നമുക്ക് അറിയാൻ പറ്റില്ല ആൾക്കാർ വരുന്ന സമയത്ത് കയ്യിൽ പെട്രോൾ ഉണ്ടോ എന്നൊക്കെ. നിങ്ങൾ ബാക്കിയുള്ളവരോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ ന്യൂസ് ഒക്കെ കാണുന്നില്ലേ? ബാക്കിയുള്ള നമ്മുടെ സ്റ്റുഡൻസ്. ഓക്കെ. നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് 2-3 കുട്ടികളൊക്കെ ഉണ്ട്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാട്ടോ, അവർ കുഴപ്പമൊന്നും ഉണ്ടാകാതിരിക്കാൻ. ഓക്കെ. വൃന്ദയുടെ ഹസ്ബൻഡ് ഖത്തറിലാണ് അല്ലെ? നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ലേ ഇവരായിട്ടൊക്കെ? കോണ്ടാക്ട് ചെയ്ത് പറയുന്നില്ലേ അവരൊക്കെ? എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ അറിയുന്നില്ലേ നിങ്ങള്? ആ, അത് തന്നെ സമാധാനം അല്ലെ? എന്നാലും ഫോൺ വരുമ്പോ ഒരു പേടിയായിരിക്കും അല്ലെ? നമ്മളെല്ലാരും മനുഷ്യന്മാരല്ലേ? പേടി എന്ന സംഭവം എല്ലാവർക്കും ഒരേപോലെ ഉള്ളത്. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അത് നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ഏരിയാസിലും മലയാളികളാണ് കൂടുതല്. എവിടെയൊക്കെ ആരൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് പോലും ഇപ്പൊ അറിയാൻ പാടില്ല. ഇപ്പൊ നടന്ന ഒരു അറ്റാക്കിന് ശേഷം ആരൊക്കെ ഉണ്ടെന്ന് പോലും അറിയില്ല. യെസ്. ഓക്കെ. നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഇത്രേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ എല്ലാം പോസിറ്റീവായിട്ട് വരുമെന്ന് വിചാരിക്കാം അല്ലെ? ഇത്രേ ഉള്ളൂ. നമുക്ക് ചാപ്റ്റർ 6 നോക്കാം. റേഡിയോളജി ആൻഡ് ഇമാജിംഗ് സർവീസസ്. റേഡിയോളജി ആൻഡ് ഇമാജിംഗ് സർവീസ്. റേഡിയോളജിയിലൊക്കെ വർക്ക് ചെയ്ത ആരെങ്കിലും പേരുണ്ടോ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. Radiology department is an essential part of any hospital. Radiology is regarded as a branch of medicine that deals with the radiant energy in the diagnosis and treatment of diseases by using imaging technologies. Medical imaging is visualization of body parts, tissues, or organs for use in medical diagnosis, treatment and diseases monitoring. Okay, introduction ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എസെൻഷ്യൽ പാർട്ട് ആയിരിക്കും. എസെൻഷ്യൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ? യെസ്.
എന്താണ് regarding branch of medicine that deals with radiant energy in diagnosis and treatment of diseases by using imaging technologies. ഇവിടെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെയാണ് നമ്മൾ ഇതെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള അപ്രോച്ചസ് ആണ് ഇവിടെ ഉള്ളത്? നമ്മളിവിടെ റേഡിയന്റ് എനർജീസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അതായത് പല രീതിയിലുള്ള ഡയഗ്നോസിസും ഡിസീസസും ഒക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഇമാജിൻ ടെക്നോളജീസ് അല്ലെങ്കിൽ റേഡിയന്റ് എനർജീസ് ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങളാണ് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. ഓക്കെ, medical imaging is the visualization of body parts, tissues or organs for use or using medical diagnosis, treatment and diseases monitoring. Okay, ഈ മെഡിക്കൽ ഇമാജിംഗ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വിഷ്വലൈസേഷൻ ആണ് വരുന്നത്? എന്തിന്റെ വിഷ്വലൈസേഷൻ ആണ് മെഡിക്കൽ ഇമാജിൻസിൽ നമ്മൾ എടുക്കുന്നത്? ബോഡി പാർട്സിന്റെ ടിഷ്യൂസ് അല്ലെങ്കിൽ ഓർഗൻസ് ഫോർ യൂസ് ഇൻ മെഡിക്കൽ ഡയഗ്നോസിസ്. അതെ, മെഡിക്കൽ ഡയഗ്നോസിസ് പർപ്പസിനും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിനും ഡിസീസസ് മോണിറ്റർ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിക്കൽ ഇമാജസ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ബോഡി പാർട്സിലും ടിഷ്യൂസിലും അല്ലെങ്കിൽ ഓർഗൻസിലൊക്കെ ഇത് മെഡിക്കൽ ഇമാജസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് എന്തെങ്കിലും തരം അസുഖങ്ങളോ ഡിസീസസോ അല്ലെങ്കിൽ അതൊക്കെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് ഇവിടെ എന്ത് തരം എനർജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? റേഡിയന്റ് എനർജീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഡയഗ്നോസിസ് പ്രോസസ്സുകൾ നടത്തപ്പെടുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമുണ്ട്, അത് ചെറിയ ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് ഇനി ഇതും കൂടെ ഉള്ളൂ, ആംബുലൻസും ടെർമിനോളജിയും കൂടെ ഉള്ളൂ എടുക്കാനായിട്ട്. അതെ, ഇനി മെഡിക്കൽ ഇമാജിംഗ് ഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 4 തരം മെഡിക്കൽ ഇമാജിംഗ് ടെക്നിക്സുകളെ പറ്റി അല്ലെ. ഏതൊക്കെയാണ് മെഡിക്കൽ ഇമാജിംഗ് ടെക്നിക്സ്? എന്താണ് മെയിൻ ആയിട്ടുള്ള 4 ടൈപ്സ്? ഏതൊക്കെയാണ്? എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI അല്ലെ. യെസ്, അപ്പൊ ഓരോ ഇമാജിൻ ടെക്നിക്സുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് എന്താണ് അതിന്റെ പ്രത്യേകത നോക്കാം. X-ray ആദ്യം നോക്കാം. X-ray is a rapid pain-free procedure that is done to create images of the structures within the body, particularly the bones. Okay, എന്താണ് എക്സ്റേയുടെ പ്രത്യേകത? എന്താണ്, എന്ത് പ്രൊസീജിയർ ആണത്? നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊസീജിയർ ആണ് അല്ലെ. മാത്രമല്ല വളരെ പെയിൻ ഫ്രീ ആണ്. നമുക്ക് മറ്റ് ഇൻസിഷൻസോ അല്ലെങ്കിൽ മുറിവുകളൊന്നും ഇല്ലാതെ എടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് അല്ലെ. പ്രത്യേകിച്ച് ഏത് തരം ഇമാജസ് ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് എക്സ്റേ ഉപയോഗിച്ചിട്ട്? പ്രത്യേകിച്ച് ബോൺസിന്റെ അല്ലെ. യെസ്, images of the structures within the body, particularly the bones അല്ലെ. യെസ്, ബോൺസ് എന്താണെന്ന് അറിയാലോ. പ്രത്യേകമായിട്ട് പെക്യുലറി മീൻസ് വെച്ചാൽ പ്രത്യേകമായിട്ട് നമ്മൾ എക്സ്റേയിൽ എടുക്കുന്നത് ബോൺസിനെ കുറിച്ചിട്ടാണ്. ബോൺസിന്റെ ഇമേജസ് ആണ് നമ്മൾ ഇതിൽ എടുക്കുന്നത്, എക്സ്റേ ഇമേജസ് ഉപയോഗിച്ചിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇതൊരു പെയിൻ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. വളരെ എളുപ്പം തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ടെക്നിക്സ് ആണ് എക്സ്റേ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും അറിയാലോ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ട് എന്താണ്? ഹൈ ഫ്രീക്വൻസി സൈൻ വേവ്സ് make images of soft tissues and internal organs. Non-invasive procedure safe to observe for features translucent gaze over the skin with a conducting gel. So ultrasound scanning എങ്ങനെയാണ് ചെയ്യപ്പെടുന്നത്? അൾട്രാസൗണ്ട് സ്കാനിങ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഹൈ ഫ്രീക്വൻസി തരംഗങ്ങളാണ് അല്ലെ. ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസിന്റെ അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസിന്റെ ഒക്കെ ഇമേജസ് എടുക്കപ്പെടുന്നത്. ഓക്കെ, പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കുന്ന എന്താണ്, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? ഹൈ ഫ്രീക്വൻസി തരംഗങ്ങളാണ് അല്ലെ. യെസ്, ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ആണ് നമ്മൾ സോഫ്റ്റ് ടിഷ്യൂസ് അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊരു നോൺ ഇൻവാസീവ് പ്രൊസീജിയർ ആണ് അല്ലെ. നോൺ ഇൻവാസീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ് നോൺ ഇൻവാസീവ് പ്രൊസീജിയർ എന്ന് പറയുന്നത്? എങ്ങനെയുള്ള പ്രൊസീജിയർ ആണ് നോൺ ഇൻവാസീവ് എന്ന് പറയുന്നത്? ഇവിടെ മുറിവുകൾ ഉണ്ടോ? ഈ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയിട്ടാണോ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ നടത്തപ്പെടുന്നത്? ആണോ? ആന്തരിക അവയവങ്ങളിൽ മുറിവുകൾ ഉണ്ടാക്കാതെയാണ് അല്ലെ
യെസ്, അതായത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് യാതൊരു വിധത്തിലും മുറിവുകൾ ഉണ്ടാകാതെ നടത്തപ്പെടുന്ന ഒരു പ്രൊസീജിയർ ആണ് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മൾ പ്രഗ്നൻസി പീരീഡിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യപ്പെടുന്നത് അല്ലെ. യെസ്, ഇവിടെ പറയുന്നുണ്ട് നമ്മളെ ഫീച്ചേഴ്സിന്റെ ആ ഫീച്ചറിന്റെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ആ ഭ്രൂണത്തിന്റെ ഒബ്സർവേഷൻസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മള് ഒരു അൾട്രാസൗണ്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ. ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് പറയുന്നത് അതൊരു ഡിവൈസ് ആണ്, ഒരു സ്മോൾ ഡിവൈസ് ആണ്. അതിന് മുകളിലായിട്ട് എന്ത് ചെയ്യും, നമ്മളൊരു ജെല്ല് പറയും, ഒരു വാട്ടർ കൺസിസ്റ്റൻസി ഉള്ള വാട്ടർ സബ്സ്റ്റാൻസ് ഉള്ള ഒരു ജെല്ല് പുരട്ടിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ട്രാൻസ്ഡ്യൂസർ വയറിനകത്ത്, അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് അറിയാൻ പറ്റും അല്ലെ. പ്രഗ്നൻസി പീരീഡ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടായിരിക്കും അൾട്രാസൗണ്ട് സ്കാനിങ്. ഓക്കെ, അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ചെറിയ ഡിവൈസ് ആണ് ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിലെ ഓരോ സ്കിന്നിന് മുകളിലായിട്ട് എന്താണ് ഒരു ജെല്ല് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, അതിങ്ങനെ മാറ്റി, അതായത് ഇങ്ങനെ അതിങ്ങനെ എന്താ ചെയ്യാം, അല്ലെങ്കിൽ കുഞ്ഞിനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുഞ്ഞിന്റെ മൂവ്മെന്റ്സും അല്ലെങ്കിൽ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധ്യത മോണിറ്ററിൽ കൃത്യമായിട്ട് ഈ ട്രാൻസ്ഡ്യൂസർ കേസ് ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ് പ്രൊസീജിയർ, കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് അൾട്രാസൗണ്ട് സ്കാനിങ് വഴി നമുക്ക് അറിയാൻ സാധിക്കും. കണ്ടിട്ടുണ്ടാവില്ല നിങ്ങള്, കണ്ടവർക്ക് അറിയാൻ പറ്റും ഇല്ലേ, അൾട്രാസൗണ്ട് കണ്ടിട്ടില്ലേ. ഓക്കെ, ഒരു ജെല്ല് എന്ന് പറയുന്ന ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സബ്സ്റ്റാൻസ് ആയിരിക്കും കേട്ടോ, സബ്സ്റ്റാൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ജെല്ല് എന്ന് പറയുന്നത് നോർമൽ ജെല്ല് കണ്ടിട്ടില്ല, അത് ഈ ഡിവൈസിന് മുകളിൽ പുരട്ടിയതിനു ശേഷമാണ് നമ്മുടെ വയറിന് മുകളിലായിട്ട് അതിങ്ങനെ ചുറ്റിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആ മൂവ്മെന്റ്സ് ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കും. മോണിറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും കേട്ടോ. ഓക്കെ, അത് അൾട്രാസൗണ്ട്. ഇവിടെ ഹൈ ഫ്രീക്വൻസി സൗണ്ട് ബേസിസിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് സോഫ്റ്റ് ടിഷ്യൂസിന്റെ ഇന്റേണൽ ഓർഗൻസിന്റെ പിക്ചേഴ്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, നോൺ ഇൻവാസീവ് പ്രൊസീജിയർ ആണ് ഇത് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്, CT സ്കാൻ ആണ്. CT സ്കാൻ, കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ എന്നാണ് അതിന്റെ എക്സ്പാൻഷൻ പറയുന്നത് കേട്ടോ. അത് ഓർത്ത് വയ്ക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ എന്നാണ് അതിന് പറയുന്നത് എക്സ്പാൻഷൻ കേട്ടോ. CT scan are known as the name of as a computer tomography scan, make of a computer possesses a blend of many X-ray measurements taken from different angles to generate cross-sectional images of specific areas of an object, allowing to the user to see inside the object without cutting. Okay, എന്താണ് CT സ്കാനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ എന്ന് പറയുന്നത് എന്താണ് അതിന്റെ പ്രത്യേകത? എക്സ്റേകളും കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യകളും രണ്ടും കൂടി ഒരുമിച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ അല്ലെ, രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയേഴ്സ് നടത്തപ്പെടുന്നത് അല്ലെ. അതായത് എക്സ്റേസുകളുണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് ശരീരത്തിന്റെ എല്ലാ പ്രത്യേകിച്ച് ആന്തരികമായിട്ടുള്ള അവയവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അസ്ഥികള് തുടങ്ങിയ അല്ലെങ്കിൽ രക്തക്കുഴല് എന്നിവയുടെയൊക്കെ വിശദമായിട്ടുള്ള 3D പിക്ചേഴ്സ് ആണ് നമ്മളിവിടെ എടുക്കുന്നത് അല്ലെ. 3D പിക്ചേഴ്സ് ആണ് നമ്മളിവിടെ CT സ്കാനിൽ എടുക്കുന്നത്. മാത്രമല്ല ഡിഫറെന്റ് ആംഗിളിൽ നിന്ന്, അതായത് ഇതിന്റെ മെഷർമെന്റ് നമുക്ക് ഡിഫറെന്റ് ആംഗിളിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിനാൽ തന്നെ ഇതൊരു ക്രോസ് സെക്ഷൻ ഇമാജസ് ആയിട്ടായിരിക്കും നമുക്ക് അതിന്റെ പ്രിന്റഡ് കിട്ടുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, CT സ്കാനിന്റെ ആ ഇമാജസ് കണ്ടിട്ടുണ്ടോ? ഇപ്പൊ തലയുടെ നമ്മളിപ്പോ തലക്കൊക്കെ എന്തെങ്കിലും പറ്റുന്ന സമയത്ത് തലയുടെയൊക്കെ സ്കാൻ ചെയ്യുമ്പോൾ അതിന്റെ ക്രോസ് സെക്ഷൻ ഇമാജസ്, അതായത് എക്സ്റേയിലൊക്കെ ഒരൊറ്റ പിക്ചറല്ല ഉണ്ടാവുന്നത്, ഇവിടെ എത്ര പിക്ചർ ഉണ്ടായിരിക്കും? ഇവിടെ ക്രോസ് സെക്ഷൻ ഇമാജസ് ആയിരിക്കും. അതായത് ഒരു ഷീറ്റിൽ തന്നെ ചിലപ്പോൾ ഒരു 6 എണ്ണോ അല്ലെങ്കിൽ 12 എണ്ണോ ഒക്കെ പിക്ചേഴ്സ് ഉണ്ടായിരിക്കും. അതായത് ഡിഫറെന്റ് ആംഗിളിൽ നിന്നാണ് CT ചെയ്യുന്നത്. ചെയ്തവർക്ക് അറിയാൻ പറ്റും. ഇത് 4 ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാട്ടോ. യെസ്, ഓക്കെ. അപ്പൊ ഡിഫറെന്റ് ആംഗിളിലുള്ള സ്പെസിഫിക് ഏരിയാസിൽ നിന്നുള്ള പിക്ചേഴ്സ് ആയിരിക്കും. ചിരിക്കാൻ MRI ചെയ്തിട്ടുണ്ട്. MRI മോന് ചെയ്തപ്പോ കൂടെ നിന്ന് ചെയ്തിട്ടുണ്ട്. MRI ആണ് നമ്മൾ പഠിക്കുന്നതിൽ ഏറ്റവും ഭയങ്കര ഡിസ്റ്റർബൻസ് ഉള്ള ഒരു സ്കാനിങ് മെത്തേഡാണ്. കോസ്റ്റ് കൂടുതലാണ്, അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അത് പഠിച്ചു തരാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് എന്താണ്, അപ്പൊ CT സ്കാനിന്റെ പ്രത്യേകത എന്താണ്? കണ്ടില്ലേ? അനു എന്താ പറഞ്ഞ? കണ്ടില്ല എന്ന് പറഞ്ഞ എന്താ? അറിയാതെ ടൈപ്പ് ചെയ്യുന്നതാണോ? വീഡിയോ കണ്ടിട്ടില്ല. CT സ്കാനിന്റെ വീഡിയോസ് ഉണ്ട്, യൂട്യൂബിലുണ്ട്, കാണുമെങ്കിൽ കണ്ടുകൂടാ കേട്ടോ. അപ്പൊ ഈ CT സ്കാനും എക്സ്റേ രണ്ടും തമ്മില് വ്യത്യാസം എന്തായിരിക്കും മെയിൻ ആയിട്ട്? എന്തായിരിക്കും മെയിൻ ആയിട്ടുള്ള വ്യത്യാസം? ഇതിന് പ്രത്യേകത ഉണ്ടോ രണ്ടും തമ്മില്? അവിടെ കൊടുത്തിട്ടില്ല, ഞാൻ ചോദിച്ചെന്നുള്ളൂ പൊതുവായിട്ട്. എന്തായിരിക്കും പ്രധാന വ്യത്യാസം?
നമ്മളിപ്പോ എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വന്നാൽ പെട്ടെന്ന് ഒന്ന് എക്സ്റേ ആണ് ഇരിക്കുന്നത്, CT ആയിരിക്കും എടുക്കുന്നത്. എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം എടുക്കുന്നത് എന്തായിരിക്കും? CT ആയിരിക്കും എടുക്കുന്നത് അല്ലെ? എന്തുകൊണ്ടാണ് പെട്ടെന്ന് CT നമ്മൾ നോക്കുന്നത്? കാരണം പെട്ടെന്ന് റിസൾട്ട് കിട്ടും, അത് വേറെ കാര്യം. എന്നാൽ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് നമുക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ലേ? യെസ്, അത് ഡിഫറെന്റ് ആംഗിൾസിൽ നിന്നുള്ള പല ഇമാജസ് കിട്ടുന്നത്, എവിടെയാണ് കോംപ്ലിക്കേഷൻസ് സംഭവിച്ചിരിക്കുന്നത് വ്യക്തമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. അതായത് എക്സ്റേക്കാൾ കൂടുതൽ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് ഒക്കെ കൂടുതൽ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നത് CTയിലാണ് അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എക്സ്റേ, പ്രത്യേകിച്ച് എമർജൻസി പോലുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ CTനെ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അതായത് എക്സ്റേയിൽ നമുക്ക് ഒരുവിധ പരിമിതികളുണ്ട്, ചില വേർഡ്സ് കാണാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇത് ചെറിയ തരത്തിലുള്ള സോഫ്റ്റ് ടിഷ്യൂസ് ഒക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് CT സ്കാനിൽ കഴിയും. ഓക്കെ, അപ്പൊ അത്തരം സിറ്റുവേഷൻസ്, എമർജൻസീസ് പോലുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ നോക്കുന്നത് CT ആയിരിക്കും കേട്ടോ. മൂന്ന് ഇമാജസ്, നമ്മൾ മൂന്ന് ടെക്നിക്സ് ആണ്. ഒന്ന് എക്സ്റേ, അൾട്രാസൗണ്ട്, CT. നെക്സ്റ്റ് വരുന്നത് എന്താണ്? MRI അല്ലെ? MRI എന്താണ്? MRIയുടെ എക്സ്പാൻഷൻ അറിയാമോ? മാഗ്നറ്റിക് റിസോണൻസ് ഇമാജിംഗ് ആണ് അല്ലെ? മാഗ്നറ്റിക് റിസോണൻസ് ഇമാജിംഗ് ആണ്. സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് റേഡിയോ വേവ്സ് ആർ യൂസ്ഡ് ടു വ്യൂ സ്ട്രക്ചർ ആൻഡ് ക്രിയേറ്റ് 3-dimensional images. Shows blood clotting damage, torn ligaments and tendons, other soft tissues abnormality. Okay, MRI എന്താണ്? MRIയുടെ എക്സ്പാൻഷൻ അറിയാത്തവരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? മാഗ്നറ്റിക് റിസോണൻസ് ഇമാജിംഗ് എന്നാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയുള്ള വേവ്സുകളാണ് ഉപയോഗിക്കുന്നത്? സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് അല്ലെ? റേഡിയോ വേവ്സുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കാന്തിക ക്ഷമതയുള്ള വേവ്സ്, തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് MRI സ്കാൻസുകൾ നമ്മൾ നടത്തപ്പെടുന്നത്. ഓക്കെ, യെസ്. ഇവിടെ നമ്മൾ 3-dimensional ഇമാജസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ? 3 dimensions ആയിട്ടുള്ള 3D പിക്ചേഴ്സ് ആണ്, 3D ഇമാജസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ MRI ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും MRI സ്കാൻ ചെയ്യുന്നതോടുകൂടി? ബ്ലഡ് ക്ലോട്ട്സോ ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും അല്ലെ? ബ്ലഡ് ക്ലോട്ട്സുകളോ ഡാമേജസ് ഉണ്ടെങ്കിൽ കാണാൻ സാധിക്കും. അതുപോലെ ടോൺ ലിഗമെന്റ്സ് ആൻഡ് ടെൻഡൻസ്. എന്താണ് ടോൺ ലിഗമെന്റ്സ് ആൻഡ് ടെൻഡൻസ് എന്ന് പറയുന്നത്? ടോൺ എന്ന് വെച്ചാൽ ജീർണിച്ച ലിഗമെന്റ്സ്. ലിഗമെന്റ് എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്? ലിഗമെന്റ് എന്താണ്? ലിഗമെന്റ്സ് അറിയാൻ പറ്റുമല്ലോ. ലിഗമെന്റ് എന്താണ്? നമ്മുടെ രണ്ട് ബോൺസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെയാണ്, രണ്ട് ബോണുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനാണ് ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ജീർണിച്ചൊരു ടോൺ ആയിട്ടുള്ള ലിഗമെന്റ്സ് ഉണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കും. അത് മനസ്സിലായല്ലേ? ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് ബോണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനാണ് നമ്മൾ ലിഗമെന്റ് എന്ന് പറയുന്നത്. ടെൻഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ടെൻഡൻസ് എന്ന് പറയുന്നത്, ടെൻഡൻസ് അറിയാമോ? മസിൽസിനെ ബോൺസിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കേട്ടോ. ടെൻഡൻസ് എന്ന് പറയുന്നത് മസിൽസിനെ ബോൺസിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. അറിയാമോ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ലിഗമെന്റ്സിന്റെ ടെൻഡൻസിന്റെ ഒക്കെ പിക്ചേഴ്സ് ആണ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അതർ സോഫ്റ്റ് ടിഷ്യൂസ് അബ്നോർമാലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് MRI സ്കാൻ ചെയ്യുന്നതോടൊപ്പം എന്താണ് ഈസി ആയിട്ട് അതൊക്കെ വിസിബിൾ ആവും. ഓക്കെ, മാത്രമല്ല ഇതിന്റെ എല്ലാം 3-dimensional ഇമാജസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി ഇതൊരു വേദനയുള്ള പ്രൊസീജിയർ ആണോ MRI എന്ന് പറയുന്നത്? വേദനയുള്ള പ്രൊസീജിയർ ആണോ? എന്തെങ്കിലും ഇൻസിഷൻ മുറിവുകൾ ഉണ്ടാക്കിയിട്ടാണോ നടത്തുന്നത്? അല്ല അല്ലെ? ഇതൊരു വേദനയൊന്നും ഇല്ലാത്തൊരു നോർമൽ പ്രൊസീജിയർ ആണ്. പക്ഷെ എന്താണ്, ഇവിടെ ഹൈ ഫ്രീക്വൻസി വേവ്സുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ? ഹൈ മാഗ്നറ്റിക് ഫ്രീക്വൻസി അല്ല, ഹൈ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് റേഡിയോ വേവ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്തരം ഇമാജസുകൾ എടുക്കുന്നത് കേട്ടോ. അപ്പോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ മെയിൻ ടെക്നോളജീസ് ആണ് നമ്മൾ പഠിച്ചിട്ട് 4 ടെക്നോളജീസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇമാജിംഗ് ടെക്നോളജീസ്, എക്സ്റേ, അൾട്രാസൗണ്ട്, CT ആണ് MRI എന്ന് പറയുന്നത്. 4 ഒന്നും പഠിച്ചേക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ആരെങ്കിലും ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾക്ക് ചില ദിവസം ടീച്ചേഴ്സിന് 4 ക്ലാസ് ഒക്കെ അടുപ്പിച്ച് വരാറുണ്ട്. അതായത് രാവിലെ മുതൽ വൈകിട്ട് വരെയും കണ്ടിന്യൂസ് ക്ലാസ്. അപ്പൊ നമുക്ക് ഇങ്ങനെ സിസ്റ്റം നോക്കിയിരിക്കുമ്പോൾ ബാക്കിൽ ഇവിടെ ഭയങ്കര പെയിൻ വരും, ഷോൾഡർ തുടങ്ങി താഴത്തോട്ട്. ഇങ്ങനെ നോക്കാൻ പറ്റുന്നില്ല, നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്.
കണ്ടിന്യൂസ് ക്ലാസ് എടുക്കുമ്പോൾ മാത്രമല്ല, അപ്പൊ കുഴപ്പമില്ല. 3 പീരീഡ് വരെ കുഴപ്പമില്ല, 4 പീരീഡ് കണ്ടിന്യൂസ് ക്ലാസ് വരുമ്പോ ഇങ്ങനെ ഇരിക്കാനും കണ്ണിനൊക്കെ പ്രശ്നമാണ്. ഓൺലൈനിൽ അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ട്, ഇങ്ങനെ സിസ്റ്റം നോക്കി ക്ലാസ് എടുക്കുമ്പോൾ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക് ആണ് കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സിലെ വർക്ക്സുകൾ എങ്ങനെയൊക്കെയാണ്, ഏത് രീതിയിലാണ് തന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതൊക്കെയാണ് പഠിക്കുന്നത് കേട്ടോ. Radiology can be classified into 3 different areas. ഏതൊക്കെയാണ്? ഒന്ന് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, interventional radiology, interventional radiology and radiation oncology. Okay. ഈ 3 classification ഓർത്ത് വെക്കുക. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി ആൻഡ് റേഡിയേഷൻ ഓങ്കോളജി. റേഡിയേഷൻ ഓങ്കോളജി എന്നാണ് കേട്ടോ. ഓക്കെ, ഓരോന്ന് എന്താന്ന് നോക്കാം. എന്തായിരിക്കും ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത്? ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. Radiologists employ imaging like X-ray, ultrasound, CT scan and MRI scan to identify disorders throughout the body. So, ഇവിടെ ഒരാളുടെ പേര് വിട്ടുപോയി, പറയാൻ മറന്നു നേരത്തെ. ഈ ആരാണ് ഈ റേഡിയോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്? ആരാണ്? യെസ്, ആരാണ് റേഡിയോളജിസ്റ്റുകള്? ടെക്നീഷ്യൻസ് ആണ് അല്ലെ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ടെക്നീഷ്യൻസ് ആണ് നമ്മൾ റേഡിയോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ പ്രൊസീജിയേഴ്സ്, ഈ പറഞ്ഞ 4 ടെക്നിക്സുകളും കൈകാര്യം ചെയ്യുന്ന വ്യക്തികളാണ് ആരാ? യെസ്, ടെക്നീഷ്യൻസ് ആണ് നമ്മുടെ റേഡിയോളജിസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മള്. ഓക്കെ, ഇവിടെ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത് നമ്മള് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ, അതായത് എക്സ്റേസ്, അൾട്രാസൗണ്ട്, CT ഇവ ഉപയോഗിച്ചുകൊണ്ട് നമ്മള് ഏതെങ്കിലും ഡിസോർഡറോ റേഡിയോളജി ഡോക്ടേഴ്സ് ഏതെങ്കിലും ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇത് ഡയഗ്നോസിസ് ചെയ്യണം അല്ലെ? നമ്മൾ ഡയഗ്നോസിസ് റേഡിയോളജി നമ്മൾ ഈ പറഞ്ഞ 4 പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ രോഗത്തെ കണ്ടെത്തണം. എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തുന്നതാണ്. രോഗം ഡയഗ്നോസിസ് ചെയ്യുന്ന, ഡിസീസസ് കണ്ടെത്തുന്ന ഒരു ക്ലാസിഫിക്കേഷൻ വർക്കാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഇന്റർവെൻഷണൽ റേഡിയോളജി. ഇന്റർവെൻഷണൽ റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി. ഇവിടെ എങ്ങനെയായിരിക്കും ഈ പ്രൊസീജിയർ നടത്തപ്പെടുന്നത്? ഇത് ശരീരത്തിനുള്ളിൽ നടക്കുന്ന പ്രക്രിയകളാണ് അല്ലെ? അതായത് ചെറിയ രീതിയിലുള്ള ഒരു എന്താ പറയാ, നമുക്ക് നോക്കാം എന്താണ് റേഡിയോളജി ദാറ്റ് ഫോക്കസ് ഓൺ ദ യൂസിങ് മിനിമൽ ഇൻവാസീവ് ഇന്റർവെൻഷണൽ ടെക്നിക്സ്, നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ്സ് ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് പേഷ്യൻസ്. ഓക്കെ, ഇന്റർവെൻഷണൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്റർവെൻഷണൽ എന്ന് പറയുന്നത് ശരീരത്തിനുള്ളിൽ നടക്കുന്ന പ്രക്രിയകളാണ് അല്ലെ? ഇങ്ങനെയാണ്. അതായത് ചെറിയൊരു മുറിവോ അല്ലെ, ചെറിയ ഏതെങ്കിലും രീതിയിലുള്ളൊരു സർജറി ലൈക്ക് വെനോഗ്രാഫി, ചെറിയ രീതിയിലൊരു ഇൻസിഷൻസ് ഉണ്ടാക്കിയതിനു ശേഷം നമ്മൾ നടത്തപ്പെടുന്ന പ്രൊസീജിയേഴ്സ് ആണ് എന്താ ഇന്റർവെൻഷൻ റേഡിയോളജീസിൽ വരുന്നത്. അതിലെ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് പേരുകളുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തൊക്കെയാണ്? ഇമാജിങ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത്, ബയോപ്സി പ്രൊസീജിയേഴ്സ്, കാർഡിയാക് കത്തീറ്ററൈസേഷൻ, ആൻജിയോപ്ലാസ്റ്റി ഓർ ബലൂൺ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. ഇതെല്ലാം തന്നെ എങ്ങനെ നടക്കുന്ന പ്രക്രിയകളാണ്? ഇതെല്ലാം ഇന്റർവെൻഷണൽ റേഡിയോളജി കാറ്റഗറീസിൽ ഉൾപ്പെടുന്നത്. അതായത് ചെറിയ രീതിയിലുള്ള എന്താണ് മിനിമൽ ഇൻവാസീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ടെക്നിക്സ് ആണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ടുണ്ടാവില്ല. ആൻജിയോഗ്രാഫി, ബയോപ്സി, കാർഡിയാക് കത്തീറ്ററൈസേഷൻ കേട്ടിട്ടുണ്ടാവില്ല ചിലവര്. ബാക്കി ആൻജിയോപ്ലാസ്റ്റി വരെ കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങള് ഇല്ലേ? അപ്പൊ ഇന്റർവെൻഷൻ റേഡിയോളജി കാറ്റഗറിയിൽ വരുന്ന ഒന്നാണ് ഫസ്റ്റ് വൺ, ഇമാജിങ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ് അഥവാ ആൻജിയോഗ്രാഫി. എന്താണ് ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത്? നമ്മുടെ ഏത് ആൻജിയോഗ്രാഫി ചെയ്യുന്നത് ഏത് ബ്ലഡ് വെസൽസിലാണ്, ഏത് രക്തക്കുഴലിലാണോ നമുക്ക് എന്ത് വന്നിരിക്കുന്നത്, ബുദ്ധിമുട്ടുകൾ, ഡിഫിക്കൽട്ടീസ് ഉള്ളതൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചിത്രങ്ങൾ എടുക്കുന്നതാണ് എന്ത് നമ്മള് ട്രീറ്റ്മെന്റ്, ഇമാജിങ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത് ഈ ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത്. ഏത് ബ്ലഡ് വെസൽസിനാണോ ബ്ലോക്കേജസ് ഉണ്ടായിരിക്കുന്നത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്.
Then biopsy procedure നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത്? Biopsy procedures. Biopsy. Biopsy procedure എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യാറ്? അറിയാമോ? ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണോ? യെസ്, യെസ്, ക്യാൻസർ നമ്മൾ അത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബയോപ്സി പ്രൊസീജിയേഴ്സ് ചെയ്യാറുണ്ട് അല്ലെ? ക്യാൻസർ ടെസ്റ്റ് ആണ്. ദെൻ കാർഡിയാക് കത്തീറ്ററൈസേഷൻ, അതായത് ബയോപ്സി ചെയ്യുമ്പോൾ നമ്മൾ ക്യാൻസർ മാത്രമല്ല ഏതാണോ ഒരു രോഗം അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് അല്ലെ? പൂർണ്ണമായിട്ടും നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ബയോപ്സി ചെയ്യുമ്പോൾ നിങ്ങൾ നോർമലി കേൾക്കുന്നത് ക്യാൻസർ കണ്ടുപിടിക്കാനാണെന്നുള്ളതായിരിക്കും അല്ലെ? അല്ലെ? പ്രധാനമായിട്ടും ഒരു രോഗത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ടെസ്റ്റ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ബയോപ്സി പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ്? കാർഡിയാക് കത്തീറ്ററൈസേഷൻ. കാർഡിയാക് കത്തീറ്ററൈസേഷൻ അത് കേട്ടിട്ടുണ്ടോ? അത് ഏത് സിറ്റുവേഷൻസിലാണ് ചെയ്യുന്നത്? ബയോപ്സി അറിയാത്തവരുണ്ട്. നമ്മുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ ടിഷ്യൂസോ ഏതെങ്കിലും കലകളോ അതൊക്കെ എടുത്തിട്ട് നമ്മുടെ ഫ്ലൂയിഡ് എടുത്തിട്ടുള്ളത് ടെസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ബയോപ്സി. അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, കാർഡിയാക് കത്തീറ്ററൈസേഷൻ എന്തായിരിക്കും? കേട്ടിട്ടുണ്ടോ? എന്ത് പ്രൊസീജിയർ ആണെന്നത്? യെസ്, ആൻജിയോഗ്രാം ആണ് അല്ലെ? യെസ്. എങ്ങനെയാണ്, ഏത് സിറ്റുവേഷൻസിലാണ് ആൻജിയോഗ്രാം ചെയ്യാറുള്ളത്? റിലേറ്റഡ് ടു ഹാർട്ട് ആണ് അല്ലെ? കാർഡിയാക് കത്തീറ്ററൈസേഷൻ എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? പ്രത്യേകിച്ച് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മളത് ചെയ്യാറ്? കാർഡിയാക് കത്തീറ്ററൈസേഷൻ, ഹാർട്ട് അറ്റാക്ക് അല്ലെ? ബ്ലോക്കേജസ് ഉണ്ടാവുന്ന സമയത്ത് അല്ലെ? പ്രത്യേകിച്ച് ബ്ലോക്ക് ഉണ്ടാവുന്ന വേളയിലാണ് നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കത്തീറ്ററൈസേഷൻ ചെയ്യുന്നത്. അതായത് എന്താ പറയാ, നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഒരു കത്തീറ്റർ കടത്തി വിട്ടിട്ടാണ് ഈ പ്രൊസീജിയർ ചെയ്യപ്പെടുന്നത്. സീജിക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റുമോ? കാർഡിയാക് കത്തീറ്ററൈസേഷൻ അറിയാലോ? നമ്മൾ പ്രത്യേകിച്ച് ബ്ലോക്കേജസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്താണ് ഇത് കൂടുതലായിട്ട് ഈ പ്രൊസീജിയേഴ്സുകൾ ചെയ്യപ്പെടുന്നത് കേട്ടോ. യെസ്. അതേപോലെ തന്നെ എന്താണ് ആൻജിയോപ്ലാസ്റ്റി? ഇത് ഏത് സിറ്റുവേഷൻസിലാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്? ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ബലൂൺ ഡൈലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ് എന്ന് പറയും നമ്മളതിനെ. ആൻജിയോപ്ലാസ്റ്റി ഏത് സിറ്റുവേഷൻസിലാണ് നമ്മൾ ചെയ്യാറുള്ളത്? ആൻജിയോപ്ലാസ്റ്റി ബ്ലോക്കേജസ് ഉണ്ടാവുമ്പോഴാണോ? ഇപ്പൊ ഒരു എത്ര ബ്ലോക്ക് ഒക്കെ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും? എത്ര ബ്ലോക്ക് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും? ഏകദേശം ഒരു 3 ബ്ലോക്ക് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ? യെസ്. ഓക്കെ, ഇനി അത് പറ്റില്ലെങ്കിൽ പിന്നെ എന്താണ് അടുത്ത പ്രൊസീജിയർ എന്ന് പറയുമ്പോ? ഓപ്പൺ സർജറി ചെയ്യേണ്ടി വരും അല്ലെ? ബൈപ്പാസ് സർജറി ഉണ്ടെങ്കിൽ നമ്മൾ ബൈപ്പാസ് സർജറി ചെയ്യേണ്ട സിറ്റുവേഷൻസ് ആണ് അല്ലെ? ഓക്കെ, മൊത്തത്തിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല കേട്ടോ, പേരുകൾ പറഞ്ഞോളൂ. ഓക്കെ, ഇന്റർവെൻഷൻ റേഡിയോളജി കാറ്റഗറീസിൽ ഉൾപ്പെടുന്നതാണ് ഇതൊക്കെ കേട്ടോ. ആൻജിയോഗ്രാഫി, ബയോപ്സി പ്രൊസീജിയർ, കാർഡിയാക് കത്തീറ്ററൈസേഷൻ ആണ് ആൻജിയോപ്ലാസ്റ്റി. ഓക്കെ, ഇന്റർവെൻഷൻ റേഡിയോളജി ഇൻക്ലൂഡ് ചെയ്യുന്ന ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ, അത്രേ വരാറുള്ളൂ കേട്ടോ അതിൽ നിന്ന്. ഓക്കെ, നെക്സ്റ്റ് വൺ റേഡിയേഷൻ ഓൺകോളജി. അടുത്ത കാറ്റഗറിയാണ് എന്താ? നമ്മൾ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി പഠിച്ചു, ഇന്റർവെൻഷണൽ റേഡിയോളജി നോക്കി. നെക്സ്റ്റ് എന്താണ്? റേഡിയേഷൻ ഓൺകോളജി. Radiation oncology is used for performing radiation-based therapy on cancer patients. High energy radiation utilized in the treatment destroys the cancer cell and prevents them for life-threatening. അങ്ങനെ തന്നെയാണ് കിടക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില്. പ്രോ ലൈഫ് റേറ്റിംഗ് തന്നെയാണോ കിടക്കുന്ന ടെക്സ്റ്റില്? Prevents them from pro life threatening. അതെ, മീൻസ് വ്യാപനം എന്നുള്ളൊരു അർത്ഥം കേട്ടോ, വ്യാപിക്കുക, സ്പ്രെഡ് ആവുന്നുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത് മീനിങ്. Thus this process can either regulate the problem or can cure it entirely. Okay, yes. ഇപ്പൊ എന്താണ് റേഡിയേഷൻ ഓൺകോളജി എന്ന് പറയുന്നത്? നമ്മൾ എന്ത് ബേസ്ഡ് തെറാപ്പിയാണ് ഇവിടെ നടത്തപ്പെടുന്നത്? ഫോർ റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി ഓൺ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ട് അല്ലെ? യെസ് അല്ലെ? യെസ്.
ഇവിടെ നമ്മൾ ഹൈ എനർജി റേഡിയേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്യാൻസർ സെൽസിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ അതിന് വേറൊരു പേര് പറയാറുണ്ട്. എന്താണ് എന്ത് തെറാപ്പി എന്നാണ് പറയാറ്? എന്ത് തെറാപ്പി എന്നാണ് പറയുന്നത്? ക്യാൻസർ സെൽസിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുന്ന പേര്, അതിന്റെ പേര് ഇവിടെ പറയുന്നില്ല. കീമോതെറാപ്പി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കീമോതെറാപ്പി. യെസ്. എന്താണ് കീമോ ചെയ്യുന്നത്? കീമോ ചെയ്യുമ്പോൾ എന്താണ്, എന്ത് പ്രൊസീജിയർ ആണ് ഇവിടെ നടത്തപ്പെടുന്നത്? നമ്മുടെ ക്യാൻസർ സെൽസിന് നമ്മൾ എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യുന്നു? ക്യാൻസർ സെല്ലുകളെ വ്യാപനം കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ അതിനെ ഡിസ്ട്രോയ് ചെയ്യും അല്ലെ. അതിനെ വ്യാപനം സ്പ്രെഡ് ആവാത്ത രീതിയിൽ, അതിനാണ് പ്രൊലൈഫറേറ്റിംഗ് ഉദ്ദേശിക്കുന്നത്. ആ വ്യാപനം സ്പ്രെഡ് ആവാത്ത രീതിയിൽ നമ്മൾ അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ഇത് കീമോതെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ. യെസ്. റേഡിയേഷൻ കൊടുത്തിട്ട് നമ്മൾ അതിനെ ഡിസ്ട്രോയ് ചെയ്യും. ഓക്കെ. റേഡിയേഷൻ ഓൺകോളജി പ്രധാനമായിട്ടും ക്യാൻസർ റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ടതാണ് റേഡിയേഷൻ ഓൺകോളജി ക്ലാസിഫിക്കേഷൻസിൽ വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പോ ഈ 3 ക്ലാസിഫിക്കേഷൻ ഓർത്ത് വെക്കുക. റേഡിയോളജിക്കൽ വർക്കിന്റെ ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയിൽ, അതായത് നമ്മുടെ എക്സ്റേ, അൾട്രാസൗണ്ട്, CTs ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രോഗത്തെ കണ്ടെത്തുന്ന അല്ലെങ്കിൽ ആ രോഗം ഡയഗ്നോസിസ് ചെയ്ത പ്രൊസീജിയേഴ്സ് ആണ് ഇതിൽ വരുന്നത്, ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയിൽ വരുന്നത്. ഇന്റർവെൻഷൻ റേഡിയോളജിയിൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് യൂസിങ് മിനിമൽ ഇൻവാസീവ് ഇന്റർവെൻഷൻ ടെക്നിക്സ് ആണ്, അതായത് നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് പേഷ്യന്റ്, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇമാജിൻ ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ് മുതൽ ആൻജിയോപ്ലാസ്റ്റി വരെയുള്ള കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത് കേട്ടോ. റേഡിയേഷൻ ഓൺകോളജിയിൽ എന്താണ്? റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി ഫോർ ക്യാൻസർ പേഷ്യൻസും, പിന്നെ അതേപോലെ തന്നെ റേഡിയേഷൻ എന്താ പറയാ ക്യാൻസർ സെൽസിന്റെ ഡിസ്ട്രോയ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് അതിൽ. കീമോതെറാപ്പി ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളാണ് റേഡിയേഷൻ ഓൺകോളജിയിൽ നമ്മൾ ഇത്തരം പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യപ്പെടുന്നത് കേട്ടോ. ഓക്കെ. ക്ലിയർ ആണോ? നെക്സ്റ്റ് അതിന്റെ ലൊക്കേഷൻസും പിന്നെ അവിടുത്തെ സ്പേസും കാര്യങ്ങളും, പിന്നെ എന്തൊക്കെ റിസ്ക് ആണ് റേഡിയേഷനിൽ വരുന്നത്, പിന്നെ ഇതിന്റെ റെഗുലേറ്ററി കോഡ് ഏതൊക്കെയാണ്, ഡയഗ്നോസ്റ്റിക് ഏരിയയുടെ പ്രത്യേകത എന്തൊക്കെയാണ്, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആർക്കൊക്കെയാണുള്ളത്, പിന്നെ അതിന്റെ സിംബൽസും കാര്യങ്ങളും, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇനി ബാക്കി ഇതിൽ വരുന്നത്. ബാക്കി എളുപ്പമാണ് കേട്ടോ, കുഴപ്പമില്ല, പെട്ടെന്ന് തീരും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നിങ്ങള് പഠിച്ചു തുടങ്ങിയില്ലേ? എക്സാം ആയിട്ടുണ്ട്, പഠിച്ചു തുടങ്ങിക്കോളൂ. 3 and 4 സോറി 1 and 2 മൊഡ്യൂൾ എക്സാം ആണ്. ഡേറ്റ് ചെയ്ത് കിട്ടിയാലോ? സീജ ഓക്കെ ആയിട്ട് ഇരിക്കട്ടോ, ധൈര്യമായിട്ടിരിക്കൂ. പ്രിൻസ് ഉണ്ടെങ്കിൽ പ്രിൻസിനോട് കൂടിയാ പറഞ്ഞത്. ഡേറ്റ് അറിഞ്ഞില്ലേ നിങ്ങള്? എക്സാം ഡേറ്റ് പറഞ്ഞില്ലേ? അറിയിക്കും കേട്ടോ, ഇൻഫോം ചെയ്യും. ഈ മന്ത് ലാസ്റ്റ് ആവുമ്പോഴേക്കായിരിക്കും കേട്ടോ, ഈ മന്ത് ലാസ്റ്റ് ആവുമ്പോഴേക്കായിരിക്കും എക്സാം ഉണ്ടാവും. ഒന്നാമത്തെ മൊഡ്യൂള് രണ്ടാമത്തെ മൊഡ്യൂളും കൂടി ഒരുമിച്ചായിരിക്കും കേട്ടോ, 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കും നമുക്ക് എക്സാം എടുക്കാം. പക്ഷെ ക്വസ്റ്റ്യൻസിന്റെ മാത്രം വലിപ്പം കൂടും, 60 ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നുള്ളൂ കേട്ടോ. സമയമൊക്കെ നിങ്ങൾ അറിയിക്കും, 1.5 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ഉണ്ടാവുള്ളൂ ടൈം കേട്ടോ. എവിടെ ഇരുന്ന് വേണമെങ്കിലും എക്സാം അറ്റൻഡ് ചെയ്യാം. എക്സാമിന് തൊട്ട് മുന്നുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് പറഞ്ഞുതരാം കേട്ടോ. ക്യാമറ ഓൺ ചെയ്തിട്ടാണ് എല്ലാവരും എക്സാം എഴുതുന്നത്. അത് നിങ്ങളുടെ കണ്ടീഷൻ എങ്ങനെയാണോ അത് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. പക്ഷെ എന്നാലും ഇവിടെ ഇൻഡിവിജ്വലേറ്റേഴ്സ് ഉണ്ടായിരിക്കും ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ടോ. എല്ലാവരെയും നമുക്ക് സിസ്റ്റത്തിൽ കാണാനും പറ്റും. നിങ്ങൾ ക്യാമറ ഓൺ ചെയ്താൽ കാണാൻ പറ്റും. നിർബന്ധമായിട്ട് ഓൺ ചെയ്യണം, പറ്റാത്തവർ, തീരെ നിബന്ധമില്ലാത്തവർ ചെയ്യണമെന്നില്ല. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഡേ.